യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയറിനും അരക്കെട്ടിനും എല്ലാം ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് യോഗാസനങ്ങളാണ്. എന്നാൽ നമുക്ക് യോഗാസനങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് വാം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ആസനാസ് പ്ലസ് എക്സസൈസ് ചെയ്ത ശേഷം നമുക്കിന്ന് മെയിൻ സെക്ഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വാർമിംഗ് അപ്പ് എക്സസൈസിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നൗക സഞ്ചലാസനാണ്. അപ്പോൾ ഒരു തോണി തുഴയുന്ന പോലെയുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു വാം അപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എത്രത്തോളം മുന്നിലേക്ക് ആയാൻ പറ്റുന്നുവോ അത്രത്തോളം മുന്നിലേക്ക് ആയുക. ഒരു 15 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ ശ്വാസോച്ഛ്വാസം എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ചക്കി ചലനാസനാണ്. അതായത് നമ്മളുടെ ആട്ടുകല്ല്, പണ്ടത്തെ ആട്ടുകല്ല് ആട്ടുന്ന ഒരു പൊസിഷനിലാണ്. സോ കാലുകൾ പരത്തി വെച്ച ശേഷം കൈകൾ കൊണ്ട് ആട്ടുകല്ല് ആട്ടുന്ന രീതിയിൽ ഒരു 10 ടൈംസ് ഒരു റൗണ്ട് അടിക്കാം. 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇത് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10 and relax. അടുത്തത് നമ്മൾ ചെയ്യുന്നത് അനന്തഭദ്രാസനത്തിലാണ്. സോ അതിനായിട്ട് കൈകൾ രണ്ടും തലയുടെ സമീപത്ത് വെച്ച ശേഷം കാലുകൾ സൈഡിലേക്ക് വെച്ച് കൈകൾ മുന്നിലേക്ക് വെച്ച് വയ്ക്കുക. ദെൻ മേക്ക് 3 റൗണ്ട്സ്. 1, 2, 3. ആൻറ്റി ക്ലോക്ക് വൈസ്. 1, 2, 3. നമുക്ക് ഒരു 10 കൗണ്ട്സ് കാലുകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് സൈഡ് ബൾട്ടസിനെല്ലാം നല്ലതാണ്. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് മറ്റേ കാലുകൊണ്ടും ചെയ്യേണ്ടതാണ്. 1, 2, 3 ആൻറ്റി ക്ലോക്ക് വൈസ്. 1, 2, 3. പിന്നെ 2 കാലും സൈഡിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഒരു 10 കൗണ്ട് വരെ നിങ്ങൾക്ക് എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമുക്ക് ആസനാസ് തുടങ്ങാം. ആദ്യം ചെയ്യുന്ന ആസന തന്നെ അനന്തഭദ്രാസനയാണ്. സോ അതിനായിട്ട് ടോ നിങ്ങൾ പിടിക്കുക. ടോ പിടിച്ച ശേഷം കാലുകൾ 90 ഡിഗ്രിയിൽ ഉയർത്തണം. 1, 2, 3, 4, 5, 6. Exhale and release. ഇത് തന്നെ നമ്മൾ മറ്റേ ഭാഗത്തും. സോ കാലുകൾ ടോസിൽ പിടിച്ചു 90 ഡിഗ്രി. 1, 2, 3, 4, 5, 6. ഇനി റിലാക്സ് ചെയ്യാവുന്നതാണ്. എക്സെയിൽ ആൻഡ് റിലാക്സ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ആസനം. ഇനി ചെയ്യുന്ന ഓരോ ആസനയും നമ്മൾ ഓരോ മിനിറ്റ് വീതം നിൽക്കുന്നതാണ്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഉഷ്ട്രാസൻ ചെയ്യാം. ഉഷ്ട്രാസനം ചെയ്യാനായിട്ട് നമ്മൾ സൈഡ് ബേസിലിരിക്കുന്നു. ഇൻഹേൽ ആൻഡ് ഹോൾഡ്. ഇത് നമ്മൾ ഇങ്ങനെ 1 മിനിറ്റ് പിടിച്ചു നിൽക്കുന്നു. നോർമൽ ശ്വാസോച്ഛ്വാസം എടുക്കാം.
ശേഷം ബാലാസനയിലേക്ക് കടക്കാം. ആൻഡ് റിലാക്സ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സേതുബന്ധനാസനമാണ്. അതും നമ്മൾക്ക് 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാം. സുപ്പൈൻ പോസ്റ്ററിൽ കിടക്കുക. അതിനുശേഷം കാലുകൾ നമ്മളുടെ ബട്ടക്സിൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊണ്ടുവരിക. കാലുകൾ ബട്ടക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയരുക. ഇങ്ങനെ 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാം. എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കാം. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഭുജംഗാസനമാണ്. അതിൽ ഭുജംഗാസനത്തിൽ നമ്മൾ കിടന്ന ശേഷം 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ഭുജംഗാസനത്തിലേക്ക് കിടക്കാം. എപ്പോഴും സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ നോക്കുക. കാലുകൾ രണ്ടും കൂട്ടി വയ്ക്കുക. കൈകൾ ചെസ്റ്റിൻ്റെ സമീപത്ത് വെച്ച് നെറ്റി മാറ്റിൽ മുട്ടിച്ചുകൊണ്ടിരിക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയരുക. നമ്മൾ 1 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നോർമൽ ശ്വാസോച്ഛ്വാസം എടുക്കാവുന്നതാണ്. ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ്. എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ താഴേക്ക് വന്ന് മകരാസനത്തിൽ വിശ്രമിക്കാം. കൈകൾ ഒന്നിനു മുകളിലേക്ക് വെച്ച് കഴുത്ത് ഏതെങ്കിലും വശത്തേക്ക് ചരിക്കുകയും 2 കാലുകളും ഇരുവശത്തേക്ക് വെച്ച് റിലാക്സ് ചെയ്യാം. ഇനി നമ്മളുടെ അവസാനത്തെ ആസനയാണ് ഇന്നത്തെ. ഇത് നമ്മൾ ചെയ്യുന്നത് ധനുരാസനയാണ്. ധനുരാസന ചെയ്യുന്നതിനായിട്ട് പ്രോൺ പോസിൽ തന്നെ നിങ്ങൾക്ക് കിടക്കാം. കൈകൾ രണ്ടും തുടയുടെ ഇരുവശത്തുമായി വയ്ക്കുക. ചിൻ മാറ്റിൽ മുട്ടിച്ചു വയ്ക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ കള്ളങ്കാലിൽ പിടിക്കാവുന്നതാണ്. എക്സേൽ ചെയ്യുക. അടുത്ത ഇൻഹേലിനോടൊപ്പം നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരാവുന്നതാണ്. അതിനുശേഷം
അവിടെ തന്നെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഹേൽ, ഇത് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാം. ഇഫ് യു വാണ്ട് യു ക്യാൻ റോക്ക് ഓൾസോ. അതല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തന്നെ നിൽക്കാവുന്നതാണ് ഹോൾഡ് ചെയ്തിട്ട്. കാലുകൾ നിലത്ത് മുട്ടാതെ ഇരിക്കാൻ പരിശ്രമിക്കാം. ഇനി എക്സൈൽ ചെയ്തുകൊണ്ട് പതുക്കെ താഴേക്ക് വന്ന് മകരാസനത്തിൽ വിശ്രമിക്കാം. ഇത് നമ്മളിപ്പോൾ ഒരു സൈക്കിളാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ തന്നെ ഈ 5 ആസനാസും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു തവണ കൂടി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.